വെൽക്കം ടു ജിജി ഹണ്ടർ. ഞാൻ നിങ്ങളുടെ സ്വന്തം രാകേഷാണ്. ഈ വീഡിയോയിൽ തിങ്കളാഴ്ച മാർച്ച് 3, 2025 മാർക്കറ്റിലെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആകുമോ ഗ്യാപ്പ് ഡൗൺ ആകുമോ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കോൾ ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? മാർക്കറ്റ് ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ, അതുപോലെ തന്നെ സൈഡ് വൈസ് ഓപ്പൺ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റി ആദ്യം എടുക്കാം. നിഫ്റ്റി വെള്ളിയാഴ്ച ഒരു നല്ല ഡൗൺഫോൾ വന്നിട്ടുണ്ട്. നിഫ്റ്റിയിലെ മേജർ സോൺസ് എന്ന് പറയുന്നത് 22,236 നല്ലൊരു സപ്പോർട്ട് ഏരിയയാണിത്, അല്ല റെസിസ്റ്റൻസ് ഏരിയയാണ്. അതേപോലെ തന്നെ 22,111 ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. മാർക്കറ്റ് ഇൻ കേസ് 22,111 താഴെ ബ്രേക്ക് ആവണമെങ്കിൽ നല്ല ഡൗൺഫോൾ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഇവിടുന്ന് 22,111 പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് 22,236 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. 22,223 ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടം വരെ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിനുള്ള ചാൻസും കാണുന്നുണ്ട്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി നമുക്ക് എടുത്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി നല്ല ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വെള്ളിയാഴ്ച തന്നിട്ടുണ്ട്. അപ്പോൾ മേജർ റെസിസ്റ്റൻസ് വരുന്നത് 48,535 ബാങ്ക് നിഫ്റ്റിയിലെ മേജർ റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് സോൺസ് വരുന്നതെന്ന് പറഞ്ഞാൽ 48,205 48,102 മാർക്കറ്റ് ഇപ്പോൾ തിങ്കളാഴ്ച സപ്പോർട്ട് സോണിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടുന്ന് പുൾ ബാക്ക് എടുത്ത് മേളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻ കേസ് ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡൗൺഫോളിനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ ആയ 48,535 മേളിൽ ക്രോസ് ചെയ്ത് നല്ലപോലെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിഗ്നൽ തരുവാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് അപ്പ് മൂവ് പ്രതീക്ഷിക്കാം. ഒരു ഗ്യാപ്പ് ഫില്ലിനുള്ള ചാൻസും ഉണ്ട്. ഇനി നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് പോലെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് മേജർ സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 13,487, അതേപോലെ തന്നെ 13,431 ഇത് രണ്ടും നല്ല സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പുൾ ബാക്ക് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് വരുന്നത് 13,770 അപ്പോൾ ഈ സോണുകളെല്ലാം നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഇനി നമ്മൾ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിലോ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുമോ അതോ സൈഡ് വൈസ് ഓപ്പൺ ആവുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റിലേക്ക് പോകാം. 1 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഇതാണ് ബാങ്ക് നിഫ്റ്റി 1 മിനിറ്റിൽ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച, അതായത് 3 മാർച്ച് 2025 മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവും. അതായത് നമുക്ക് 48,84 വരെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. നമുക്കിവിടെ ഇത്രയും ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ലാവാനുള്ള ചാൻസ് കൂടുതലാണ്. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ, അതായത് പുട്ട് ഹോൾഡ് ചെയ്യുന്നവരുടെ സന്തോഷ വാർത്ത, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറുക, ഉടനെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഒരു ലോട്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഗ്യാപ്പ് ഫില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മാർക്കറ്റ് സൈഡ് വൈസ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എക്സിറ്റ് ചെയ്ത് മാറിയേക്കുക. ഞാനിത് വരച്ച് കാണിക്കാം. ഇതിപ്പം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഒരു ലോട്ടും കൂടെ ആഡ് ചെയ്യുക. 1-2 ലോട്ട് പുട്ട് ആഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഗ്യാപ്പ് ഫിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് കറക്റ്റ് 48,282 വരെ വരാൻ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറുക. ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഇൻ കേസ് മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ
ഉടനെ തന്നെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. ഇതാണ് നമ്മളുടെ തിങ്കളാഴ്ചത്തേക്കുള്ള മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻസ്. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ആവാൻ ചാൻസ് കൂടുതൽ. ഇനി നമുക്ക് ഡോളർ ഇൻഡെക്സ് നോക്കാം. ഡോളർ ഇൻഡെക്സ് ഗ്രീനിലാണ്, അതേപോലെ ഡൗ ജോൺസ് ഇപ്പോൾ ഗ്രീനിലാണ്. എന്നാലും നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് തിങ്കളാഴ്ച ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവും. അപ്പോൾ കോൾ ഹോൾഡ് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക. കറക്റ്റ് 9:15 ആകുമ്പോൾ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ പ്രോഫിറ്റിലാണെങ്കിൽ ഉടനെ തന്നെ എക്സിറ്റ് ചെയ്ത് മാറുക. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഗ്യാപ്പ് അപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് 2 ലോട്ടും കൂടെ ആഡ് ചെയ്യുക പുട്ട് സൈഡിലേക്ക്. എന്നിട്ട് ഗ്യാപ്പ് ഫില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് ഫില്ലാകുമ്പോൾ ഉടനെ തന്നെ എക്സിറ്റ് ചെയ്ത് മാറുക. അതേപോലെ തന്നെ സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഉടനെ തന്നെ സ്മോൾ ലോസിൽ അല്ലെങ്കിൽ സ്മോൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേയിലേക്കുള്ള മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻസ് ആൻഡ് മാർക്കറ്റ് എവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആവുമോ എന്ന് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. See you on next video. Thank you.